ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? യൂണിവേഴ്സിറ്റീസ് അല്ലേ അവരൊക്കെ. ലാലേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്താ, ലാലേട്ടൻ്റെ വിനയം, പിന്നെ ലാലേട്ടൻ്റെ ഒരു ഓരയുണ്ട്. ഓരോ സീന് എടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട്, എത്ര ഇൻറ്റൻസ് സീനാണെങ്കിലും അതേ മാത്രം സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്. എത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് മുമ്പിൽ നിൽക്കണമെങ്കിലും ഒരു ടെൻഷൻ അടിക്കാണ്ട് ഇത്രേ ഉള്ളൂ, ഇതൊക്കെ എന്താ എന്നുള്ള രീതിയിൽ അത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് അതങ്ങനെ ചെയ്യുന്നത്, വർക്കിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് കാണുമ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അതുപോലെ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ജയറാമേട്ടന്റെ കൂടെ ഏറ്റവും ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തു, അതുപോലെ തന്നെ ജയറാമേട്ടന്റെ നായികയായിട്ട് കഥാനായകനിൽ ചെയ്തു. അത് വലിയൊരു ഭാഗ്യല്ലേ? ജയറാമേട്ടൻ്റെ കൂടെയാണ്. അപ്പൊ ജയറാമേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? പണ്ട് ഇത്രയും കുഞ്ഞിക്കുട്ടിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ജയറാമേട്ടൻ ഞാൻ കാലമരവായിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയറാമേട്ടൻ പറയും, അത് 1ാം ക്ലാസ്സിൽ ഈ കുട്ടിയും ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആണ് പടം ചെയ്തിരുന്നത്, അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ വെറുതെ തമാശ പറയും. ഞാൻ ചേട്ടാ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ എന്ന് പറയും. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോൾ 1ലായിരുന്നു അല്ലേ, അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരി, അപ്പളേ എന്തായാലും കഥാനായകനിൽ നമ്മളിങ്ങനെ കഥ വന്നെത്തിയപ്പോ കഥാനായകനിൽ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഞെട്ടണ്ട, പാടണ്ട, പാടിപ്പിക്കാം, ആളെ ഇറക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുക്കാം. ചേച്ചിയോട് പാടാൻ പറയുന്നത് മിനിച്ചേട്ടാ, നമുക്ക് ആ കൊട്ടേഷൻ ഏറ്റെടുക്കാം. ചെയ്ത സിനിമകളെല്ലാം ഹിറ്റുകളാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതൊരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ചെയ്ത പടങ്ങളെല്ലാം തന്നെ, അതും വലിയ ചിത്രങ്ങളും അതുപോലെ അത് ഹിറ്റുമായിരുന്നു. അത് ഭയങ്കര വലിയ വലിയ ശില്പികളുടെ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. കഥാനായകനിലെ ആ ഒരു പാട്ട് ചേച്ചിക്കായിട്ട് വിൻചേട്ടാ ഒന്ന് പാടിക്കൊടുക്കും. ധനുമാസ പെണ്ണിനു ഊത്താലം, മകരത്തിൽ കുളിരും നാണം, കുംഭത്തിൽ മംഗല്യമാകം തൊഴണം, പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട്. ധനുമാസ പെണ്ണിനു പൂത്താലം, മകരത്തിൽ കുളിരും നാണം, കുംഭത്തിൽ മംഗല്യമാകം തൊഴണം, പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട്. കണിവയ്ക്കും നേരം മിഴി പൊത്തി നിന്നെ കാണാനെന്നെ ഉണർത്തും, ഉരുളിയും പൂവും പുടവയും പൊന്നും വാൽ കണ്ണാടിയും കാണാം, കവിതേ പൂക്കണി കൊന്നയായി നീ മുന്നിൽ ഉലകത്തിൽ മുങ്ങുമ്പോൾ ഞാൻ ഉണരും. ധനുമാസ പെണ്ണിനു പൂത്താലം, മകരത്തിൽ കുളിരും നാണം, കുംഭത്തിൽ മംഗല്യമാകം തൊഴണം, പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട്. ശരിക്കും ആ സീൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിട്ടോ ചേട്ടാ, ഭയങ്കര രസമായിട്ട്. അതായത് ജയറാമേട്ടൻ താലിയും ആയിട്ട് ഇദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ഈ പാട്ട് ഈ മലയാള ഗാനമേളകളിൽ ഏറ്റവും കൂടുതൽ മലയാളം ഗായകർ കയ്യടി മേടിച്ചിട്ടുള്ള ഒരു പാട്ടത്. അത്രയും നല്ലൊരു പാട്ടാണ് അല്ലേ? മമ്മൂക്കയുടെ കൂടെയുള്ള മറവത്തൂർ കനവ് എക്സ്പീരിയൻസ്. മറവത്തൂർ കനവ് 2ാമത്തെ മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ. അതിന് മുമ്പ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. മറവത്തൂർ കനവ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം അത് പൊള്ളാച്ചിയിലെ ഷൂട്ടിങ്ങും പിന്നെ മമ്മൂക്കയ്ക്ക് അതിൽ വേറൊരു ലുക്കാണല്ലോ, ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു കോംബോ ശരിക്കും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലിങ്ങനെ എന്താ പറയാ, എക്സസൈസ് ചെയ്യണ ഷോർട്സും പിന്നെ ആ ഒരു വലിയ ലോങ് ആയിട്ട് ഒരു കോഴിപിടുത്തം ഉണ്ട്. പിന്നെ കിണറ്റിന്ന് വെള്ളം കോരുമ്പോ ഇങ്ങനെയല്ല, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർ ഞങ്ങളെ ചാണ്ടി സാറിന്റെ മോളെന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുന്ന കുറെ രംഗങ്ങളുണ്ട് അതില്.